കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ചുവടുവെപ്പുകൾ വെക്കുന്ന ഇലോൺ മസ്കിന് തന്റെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കാറില്ല. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന് പിന്തുണ അറിയിച്ച് ഇലോൺ മസ്ക് ഒപ്പം നിന്നപ്പോഴെല്ലാം ശതകോടീശ്വരന്റെ ഓരോ നീക്കങ്ങളും ലോകം ഉറ്റുനോക്കിയിരുന്നു. ഇതിനിടയിൽ മസ്ക് അമേരിക്കൻ പ്രസിഡന്റ് ആകണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും മീമുകളും സൃഷ്ടിച്ചു. ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ ശേഷിയുള്ള ഇലോൺ മസ്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. സൂപ്പർ ഹീറോ കോസ്റ്റ്യൂം അണിഞ്ഞ് ന്യൂയോർക്ക് നഗരത്തെ നോക്കി മസ്ക് നിൽക്കുന്നതായിരുന്നു ഇതിലേറെ ശ്രദ്ധ നേടിയ ഒരു ട്രോൾ. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അക്രമിയുടെ വെടിയേറ്റു മുറിഞ്ഞ വലതു ചെവിയിൽ നിന്നും രക്തമൊലിപ്പിച്ച് മുഷ്ടി ചുരുത്തി ജനക്കൂട്ടത്തിന് നേരെ കൈവീശുന്ന ട്രംപിന്റെ ചിത്രം ഇലോൺ മസ്ക് തന്റെ ട്വിറ്റർ പേജിലൂടെ പങ്കുവച്ച് ട്രംപിന്റെ വിജയത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപ് US ക്യാബിനറ്റിലേക്ക് ടെസ്ല CEO ഇലോൺ മസ്കും എത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അടുത്ത 4 വർഷം ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് മസ്ക് നയിക്കും. ഇന്ത്യൻ അമേരിക്കൻ സംരംഭകൻ വിവേക് രാമസ്വാമിയെയും ഇതേ വകുപ്പിലേക്ക് നിയമിച്ചു. ഇരുവരും ചേർന്നാണ് വകുപ്പിനെ നയിക്കുക. ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ ലളിതവും കൂടുതൽ കാര്യക്ഷമവുമാക്കുകയാണ് 59-കാരനായ മസ്കിന്റെയും 39-കാരനായ വിവേക് രാമസ്വാമിയുടെയും ചുമതല. അധിക നിയന്ത്രണങ്ങൾ വെട്ടിക്കുറയ്ക്കുക, പാഴ്ചെലവുകൾ നിയന്ത്രിക്കുക, ഫെഡറൽ ഏജൻസികളെ പുനഃക്രമീകരിക്കുക എന്നിവ ഇവരുടെ ചുമതലകളിൽ ഉൾപ്പെടുന്നുണ്ട്. നേരത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വിവേക് രാമസ്വാമിയെ പരിഗണിച്ചിരുന്നെങ്കിലും പിന്നീട് ട്രംപിനായി വിവേക് വഴിമാറുകയായിരുന്നു. ഈ 2 അത്ഭുതകരമായ അമേരിക്കക്കാർ ചേർന്ന് അധിക നിയന്ത്രണങ്ങൾ വെട്ടിക്കുറയ്ക്കാനും പാഴ്ചെലവുകൾ നിയന്ത്രിക്കാനും ഫെഡറൽ ഏജൻസികളെ പുനഃക്രമീകരിക്കാനും തന്റെ ഭരണകൂടത്തിന് വഴിയൊരുക്കുമെന്നും ഇത് സേവ് അമേരിക്ക മൂവ്മെന്റിന് അത്യന്താപേക്ഷിതമാണെന്നും ഡൊണാൾഡ് ട്രംപ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. കാര്യക്ഷമതയെ മുൻനിർത്തി ഫെഡറൽ ബ്യൂറോക്രസിയിൽ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് അമേരിക്കൻ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം എല്ലാ അമേരിക്കക്കാർക്കും ജീവിതം മികച്ചതാക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും ഇരുവരും ചേർന്ന് ഗവൺമെന്റിലെ മാലിന്യങ്ങളെ പുറത്താക്കുമെന്നാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയതിന് പിന്നാലെ മസ്കിനെ പുകഴ്ത്തി ട്രംപ് രംഗത്തെത്തിയിരുന്നു. മസ്കിനെ സൂപ്പർ ജീനിയസ് എന്ന് വിശേഷിപ്പിച്ച ട്രംപ് അദ്ദേഹത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തിരുന്നു. ട്രംപിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച ഇലോൺ മസ്ക് സുപ്രധാന സ്റ്റേറ്റ് ആയിരുന്ന പെൻസിൽവാനിയയിൽ ഉൾപ്പെടെ 2 ആഴ്ചയോളം പ്രചരണം നയിച്ചിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് $100 മില്യൺ മസ്ക് സംഭാവനയായി നൽകുകയും ചെയ്തിരുന്നു. ഇലോൺ മസ്കിന്റെ ഇതുവരെയുള്ള മുതൽ മുടക്കൊന്നും പാഴായിട്ടില്ല എന്നത് വസ്തുതയാണ്. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തുടങ്ങിയ സിപ്2, പേപാൽ മുതൽ X.com, ഡീപ് മൈൻഡ്, സ്പേസ് X, ടെസ്ല, ട്വിറ്റർ എല്ലാറ്റിലും പണമുണ്ടാക്കി മസ്ക് ശതകോടീശ്വരനായി. ഇപ്പോഴിതാ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിൽ നടത്തിയ നിക്ഷേപവും വൻ ലാഭം കൊയ്തു എന്നതിന്റെ തെളിവായി കാണാവുന്ന ഒന്നാണ് ട്രംപ് ഇലോൺ മസ്കിനെ പുതിയ താരമെന്ന് വിശേഷിപ്പിച്ചത്. വീറും വാശിയും നിറഞ്ഞ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 69 ഇലക്ടറൽ വോട്ടുകൾക്കാണ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായ ട്രംപ് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ US വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ പരാജയപ്പെടുത്തിയത്. ജനുവരി 20-നാണ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിന്റെ ചുമതല ഏറ്റെടുക്കുക.